ആൾക്കാർ, വലിയ സ്വപ്നങ്ങളുമായി ആളുകൾ, പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതായി. ദുനിയാവ് അങ്ങനെയാണ്, ജീവിതം അങ്ങനെ അവസാനിക്കും, പെട്ടെന്ന് ഇല്ലാതാവും. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര വലിയ അപകടങ്ങളായാലും എത്ര വലിയ പ്രശ്നങ്ങളായാലും അത് അള്ളാന്റെ ഒരു പരീക്ഷണമാണ് എന്ന തിരിച്ചറിവ് വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് ഒന്നാമത്തെ ഉപദേശം അദ്ദേഹം കൊടുക്കുന്നത് ശിർക്കുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഒരു നിലക്കും ജീവിതത്തിലേക്ക് അതും കടന്നു വരാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയൊരു വിശ്വാസം മതി, ചെറിയൊരു വിശ്വാസം, ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, ചെറിയ വിശ്വാസമുണ്ട്. കയ്യിൽ കെട്ടിയ ഒരു നൂല്, കയ്യിൽ കെട്ടിയ നൂല്, ആ നൂലാണ് എന്റെ പനി മാറ്റിയത്, എനിക്ക് പനി വരാതിരിക്കാനുള്ള കാരണം ആ നൂലാണ് എന്ന് വിശ്വസിച്ചാൽ അതിന്റെ പേരാ ശിർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക. ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, ചെറിയൊരു വിശ്വാസം, ചെറിയൊരു വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസം, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തെ കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. ശിർക്കുമായും കുഫ്റുമായും ഒരു നിലക്കും യോജിച്ചു നിൽക്കാൻ പറ്റൂല, മാറി നിൽക്കണം. അത് കുഫ്റാണ്, എനിക്കത് പറ്റൂല, അത് ശിർക്കാണ്, അത് എന്റെ വിശ്വാസം അതിന് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഇത് പ്രഖ്യാപിക്കാൻ കഴിയണം വിശ്വാസികൾക്ക്. ലുഖ്മാൻ ഹക്കീം മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം അതാണ്. ഈ ഉപദേശം കൊടുത്ത അല്ലാഹ് പൊതുവായി മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ എല്ലാവർക്കുമുള്ള ഉപദേശം കൊടുക്കുക. അടുത്ത ആയത്താണ്. അതിനുശേഷം ഇനിയും ഉപദേശങ്ങൾ തുടരുന്നുണ്ട്. പൊതുവായി എല്ലാവർക്കുമുള്ള ഉപദേശം, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. അടുത്ത രണ്ടായത്, ഈ ആയത്തും ശേഷമുള്ള ആയത്തും പൊതുവെ എല്ലാവർക്കുള്ള ഉപദേശം. മോനോട് മാത്രം പറഞ്ഞു. വവസ്വൈനൽ ഇൻസാൻ, മനുഷ്യന് നാം വസിയ്യത്ത് നൽകി, മനുഷ്യന് നാം ഉപദേശം നൽകി. എന്താ ഉപദേശം? ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ ഉപദേശം നൽകി. ഏതാ മാതാപിതാക്കൾ? അവർ പ്രത്യേകം ഉമ്മയെ എടുത്തു പറഞ്ഞു. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിനുമേൽ പ്രയാസമായി അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. വഫിസാലുഹു, മുലകുടി നിർത്തിയതാകട്ടെ, ഫി ആമൈൻ, 2 വർഷം കൊണ്ടാണ്. അനിഷ്കുർലി, കൊടുത്ത ഉപദേശം എന്താണ്? അനിഷ്കുർലി, എനിക്ക് നന്ദി കാണിക്കണം. അവിടെ നിർത്തിയില്ല. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കണം. ഇലയ്യൽ മസീർ, ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പൊ കൊടുത്ത ഉപദേശം ആദ്യം പാരന്റ്സിനെ കുറിച്ച് പറഞ്ഞു, മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ വിഷയത്തിൽ ഉപദേശം നൽകുന്നു. എന്താ ഉപദേശം? അവർക്ക് ഉപദേശം എന്താണ്? അനിഷ്കുർലി, അനിഷ്കുർലി, എനിക്ക് നന്ദി കാണിക്കണം. അവിടെ നിർത്തരുത്. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം എന്ന പ്രത്യേക, മറ്റു സ്ഥലങ്ങളിലും അള്ളാഹുവിന് നന്ദി കാണിക്കണം, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് എടുത്തു പറഞ്ഞു പാരന്റ്സുമായി ബന്ധപ്പെട്ടു, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടു. ഗൗരവച്ച് നമ്മൾ കാണേണ്ട ഭാഗമാണ്. മാതാപിതാക്കളോടുള്ള സംസാരം, പെരുമാറ്റം, ഇടപെടൽ, അത് ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ. ഉമ്മാക്ക് മഹത്വം കുറച്ച് കൂടുതലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് സ്വഹാബി ചോദിക്കുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത്? എന്ന മറുപടി ഉമ്മാനോട്. ഉമ്മുക്ക 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 3 വട്ടം പറഞ്ഞു. 3 വട്ടം ചോദ്യം ആവർത്തിച്ചു, 3 വട്ടം വന്നു. 4ാമത്തെ ചോദ്യം വന്നു, ആരോടാ? പിന്നെ ആരോട്? അബൂക്ക, എന്റെ ഉപ്പനോട്. 3 വട്ടം ഉമ്മയെ പറഞ്ഞത് ഉമ്മയുടെ മഹത്വമാണ്. കാരണം ഉമ്മയുടെ ത്യാഗം അങ്ങനെയാണ്. ഗർഭം ചുമന്നതും, ആ ഗർഭം ചുമന്ന് 10 മാസമാക്കി തീർത്തതും, പിന്നീട് പ്രസവിച്ചതും, പിന്നീട് മുലയൂട്ടിയതും, ആ മുലയൂട്ടി 2 വർഷം പൂർത്തീകരിച്ചതും, ആ മുലകുടി നിർത്തിയതും. മുലകുടി നിർത്തൽ പോലും പ്രയാസം. അത് ഉമ്മമാർക്ക് അറിയാൻ പറ്റും, ഭർത്താക്കന്മാർക്ക് അറിയാൻ പറ്റും. മുലകുടി കൊടുക്കൽ മാത്രമല്ല പ്രയാസം, മുലകുടി നിർത്തലും പ്രയാസം. കാരണം 2 വർഷമായി ഒരേപോലെ ജീവിച്ച കുട്ടിയെ അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കുറച്ച് പണിയുണ്ട്. അതിന് കുറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട്. ആ നിലക്ക് കഷ്ടപ്പെടേണ്ടതുണ്ട്. കുട്ടിയെ ഉറക്കേണ്ടതുണ്ട്, മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇങ്ങനെ പല നിലക്കും കഷ്ടപ്പാട് അവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.